താങ്കൾക്ക് പുതിയ പദവി BJP താങ്കളെ അംഗീകരിക്കുന്നു, താങ്കളെ പുതിയ ഭാരവാഹി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. താങ്കളുടെ ആദ്യ പ്രതികരണം എന്താണ്? വലിയ സന്തോഷമുണ്ട്. അതിനേക്കാൾ കൂടുതൽ വലിയ ഉത്തരവാദിത്വം പാർട്ടി ഏൽപ്പിക്കുന്നു. അതിന്റെ ഗൗരവത്തോടുകൂടി ഈ പദവി ഏൽക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഏത് മേഖലയാണെങ്കിലും പാർട്ടി ഏൽപ്പിച്ച മാസമായി ഈ പ്രസ്ഥാനത്തിൽ വന്നിട്ട് ഈ 17 മാസത്തിനിടയിൽ അതീവ ഗൗരവമായ നിരവധി വിഷയങ്ങൾ പാർട്ടി എന്നെ ഏൽപ്പിച്ചു. അതെല്ലാം ഉത്തരവാദിത്തോടുകൂടി പാർട്ടിക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒറ്റ ലക്ഷ്യമുള്ളൂ, പാർട്ടി അധികാരത്തിലെത്തിക്കുക. അതിനുവേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കും. ഇപ്പോൾ കോട്ടയത്ത് നിന്ന് ഈ ഭാരവാഹി പട്ടികയിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ, ജനറൽ സെക്രട്ടറിമാർ, സെക്രട്ടറിമാർ പട്ടിക നോക്കുമ്പോൾ കോട്ടയത്ത് നിന്ന് താങ്കൾ മാത്രമേ ഉള്ളൂ. കേരളത്തിൽ 14 ജില്ലകളുണ്ടല്ലോ. അപ്പൊ എല്ലാ മേഖലയും ആ പട്ടിക നോക്കിയോ, എല്ലാ മേഖലയ്ക്കും പ്രാതിനിധ്യം കൊടുത്തിട്ടുണ്ടല്ലോ. അല്ല, ഞാനതിനെ വിമർശനാത്മകമായി ചോദിച്ചതല്ല. അപ്പോൾ താങ്കൾക്ക് എന്തുത്തരവാദിത്തമാണ് ഉദ്ദേശിക്കുന്നത് എന്നതാണ്. മധ്യ കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട റോളിലേക്ക് താങ്കൾ ഉയർത്തപ്പെടുകയാണോ BJP-യിൽ എന്നതാണ് ചോദ്യം. അങ്ങനെ ഈ പ്രസ്ഥാനത്തിൽ അങ്ങനെ ഒരു വ്യക്തിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്ന ഒരു പ്രസ്ഥാനമല്ലത്. പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകൾ ഞങ്ങൾക്കെല്ലാം ഞങ്ങളുടേതായ അസൈൻമെന്റ്സ് ഉണ്ട്. ആ അസൈൻമെന്റ്സ് കൃത്യമായി നിർവഹിക്കുക. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ഒരുക്കുക. അതിനുശേഷം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടിക്ക് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കുക. അതാണ് ഞങ്ങൾക്ക് എല്ലാം അർപ്പിതമായിട്ടുള്ള കടമ. ഈ ടീം ചെയ്യാൻ പോകുന്നു അത് തന്നെയാണ്. ഇപ്പോൾ ഈ ജനറൽ സെക്രട്ടറിമാരായിട്ട് തിരഞ്ഞെടുപ്പോൾ ഈ അനൂപ് ആന്റണിയുടെയൊക്കെ പേര് വന്നിരുന്നത്, ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നതാണോ? ഈ ഒരു മാനദണ്ഡങ്ങൾ അതെങ്ങനെയായിരിക്കാം ഈ ജനറൽ സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തതിൽ? അത് താങ്കളുടെ പ്രതികരണം എന്താണത്? അല്ല, ഇത് ആരാണ്? എല്ലാവരും സീനിയേഴ്സ് അല്ലേ? ഈ ജനറൽ സെക്രട്ടറിമാരായിട്ട് എടുത്തിട്ടുള്ള എല്ലാവരും ഈ പാർട്ടിയിലെ സീനിയേഴ്സ് ആണ്. അവരെല്ലാം അവരവരുടെ കഴിവുകൾ അവരവരുടെ മേഖലയിൽ തെളിച്ചിട്ടുള്ളവരാണ്. ആരെ കുറിച്ചാണ് ആക്ഷേപമുള്ളതിനകത്ത്? എല്ലാവരും നല്ല ആളുകളല്ലേ? വി മുരളീധര പക്ഷത്തെ തഴഞ്ഞു എന്നൊരു വിമർശനം കൂടി ഉയരുന്നുണ്ടല്ലോ. അതിനെ താങ്കളെ ഈ പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ള ആരെങ്കിലും പറഞ്ഞൊരു കാര്യമാണോ അത്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമ്പോൾ ഇത്തരത്തിലൊരു വാർത്ത കൂടി ഇല്ലെങ്കിൽ ആ വാർത്തയ്ക്ക് വിലയില്ല. അത് സ്വാഭാവികമായിട്ട് ഞാൻ അതിനെ വിമർശിക്കുന്നില്ല. പത്രധർമ്മമാണ്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വിഷ്വൽ മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വിവാദങ്ങളുണ്ടെങ്കിലേ വാർത്തകൾക്ക് പ്രസക്തിയുള്ളൂ. അപ്പൊ അത് നിങ്ങളാ ജോലി ചെയ്യാൻ, ഞങ്ങൾക്ക് അതിന് പുറകെ പോകാൻ സമയമില്ല. ശരി, താങ്കളുടെ ചിരിയിലെല്ലാം ഉണ്ട്. നന്ദി ശ്രീ ഷോൺ ജോർജ്. ഷോൺ ജോർജ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുകയാണ്. പി.സി. ജോർജിന്റെ മകൻ ഷോൺ ജോർജ്.